ഞാൻ 2020 RRB NTPC എക്സാം ക്ലിയർ ചെയ്ത് നിലവിലെ ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ 2018 എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. 2023 എനിക്ക് ഓസ്കർ മേളയിൽ വെച്ച് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. അപ്പൊ അന്ന് എന്റെ കയ്യിൽ എന്റെ 1 വയസ്സുള്ള കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും പ്രൗഡസ്റ്റ് മാം ഞാനാണെന്നാണ് ആ നിമിഷം എനിക്ക് തോന്നിയത്. പണ്ടൊക്കെ സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന ഒരു മേഖലയാണ് റെയിൽവേ. പക്ഷെ ഇന്ന് ഞാൻ എന്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, വളരെ സേഫസ്റ്റ് ആയിട്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് റെയിൽവേ എന്ന് പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഷെഹന. ഞാൻ 2020 RRB NTPC എക്സാം ക്ലിയർ ചെയ്ത് നിലവിലെ ഇന്ത്യൻ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ 2 വർഷത്തോളമായി ഇന്ത്യൻ റെയിൽവേയിൽ ജോയിൻ ചെയ്തിട്ട്. ഞാൻ 2018 BTech പാസ് ഔട്ടാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എഞ്ചിനീയറിംഗിന് ശേഷം എനിക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ ഏതെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യാം, അതും അല്ലെങ്കിൽ ബാങ്ക് കോച്ചിങ്ങിന് പോയി ബാങ്കിൽ ജോയിൻ ചെയ്യാം. ആ 2 ഓപ്ഷൻ ആയിരുന്നു അന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. പക്ഷെ ആ 2 ഓപ്ഷനും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. കമ്പനിയിൽ കയറുക എന്ന് വെച്ചാൽ അന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് ഇൻഫോസിസ്, TCS തുടങ്ങിയ കമ്പനികളാണ്. അവയിൽ എല്ലാം തന്നെ കോഡിംഗ് ബേസ്ഡ് കമ്പനികളായിരുന്നു. അപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലാത്തത് കൊണ്ടും കമ്പ്യൂട്ടർ ലാംഗ്വേജിനെ കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടും ഞാൻ ആ ഓപ്ഷൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് ബാങ്ക് കോച്ചിങ് ആണ്. ആ ജോബ് സ്റ്റൈലും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. സ്ട്രെസ്, ടെൻഷൻ അതൊന്നും എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. അപ്പോൾ ഒരു 3ാമത്തെ ഓപ്ഷൻ എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ ജോലികൾക്കുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം എന്ന് ഞാൻ തീരുമാനിച്ചത്. കോച്ചിങ്ങിനായി അന്വേഷിച്ചപ്പോൾ വീടിനടുത്ത് തന്നെ ഒരു കോച്ചിങ് സെന്റർ ഉണ്ടെന്ന് അറിയുകയും ഞാൻ അവിടേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് കേന്ദ്ര സർക്കാർ ജോലികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കോച്ചിങ് സെന്ററുകളും വളരെ കുറവായിരുന്നു. എല്ലാവരും എന്റെ തീരുമാനത്തെ എതിർത്താണ് സംസാരിച്ചിരുന്നതെങ്കിലും ഞാൻ എന്റെ സ്വന്തം തീരുമാനത്തിൽ ഉറച്ച് തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. 2018 ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത്. തുടർന്ന് 1 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് കോച്ചിങ്ങിന് പോവുകയുണ്ടായി. ആ വർഷം വന്ന എല്ലാ SSC എക്സാമുകളും അറ്റൻഡ് ചെയ്തു. എല്ലാ കേരള PSC എക്സാമും അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ഇതിൽ 2019 SSC MTS ഞാൻ ഫൈനൽ ലിസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം അവർ പബ്ലിഷ് ചെയ്ത ലിസ്റ്റിലാണ് ഞാൻ കട്ട് ഓഫ് പാസ്സാകാതെ വെളിയിലായത്. അപ്പൊ അതൊരു ചെറിയ എക്സാം ആയിരുന്നെങ്കിലും, ഒരു ചെറിയ ജോലി ആയിരുന്നെങ്കിലും 1 വർഷത്തോളം കഷ്ടപ്പെട്ട് ട്രൈ ചെയ്തിട്ടും എക്സാമുകളൊന്നും ക്ലിയർ ആവുന്നില്ല, ഒരു ജോലിയും കിട്ടുന്നില്ല. കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ജോലിക്ക് ജോയിൻ ചെയ്തു എന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോഴാണ് 2019 GDS പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പൊ ഗ്രാമീൺ ടാക്സ് എന്ന പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയും അതിന് സെലക്ട് ആവുകയും ചെയ്തു. അപ്പോൾ തൽക്കാലം ഒരു ജോലി എന്നുള്ള നിലയിൽ ഞാൻ കോച്ചിങ് നിർത്തിവെച്ചിട്ട് GDSൽ ജോയിൻ ചെയ്യുകയുണ്ടായി. പക്ഷെ അപ്പോഴും ഒരു ബെറ്റർ ജോബ് എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും ഓൺലൈനായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുകയും മാക്സിമം റീഡിംഗ് മെറ്റീരിയൽ കളക്ട് ചെയ്ത് വായിക്കുകയും ചെയ്തു. അങ്ങനെ 2019 RRB NTPC ഞാൻ എക്സാം അപ്ലൈ ചെയ്യുകയും ക്ലിയർ ആവുകയും ചെയ്തു. അതിൽ ലെവൽ 3, ലെവൽ 5, ലെവൽ 6 ഞാൻ പാസ്സാവുകയുണ്ടായി. അതിൽ ലെവൽ 6 എനിക്ക് കുറച്ചുകൂടി നല്ലതാണെന്ന് തോന്നി. സ്റ്റേഷൻ മാസ്റ്ററുടെ പോസ്റ്റ് ആയിരുന്നു. അതിൽ ഹയസ്റ്റ് ലെവൽ പോസ്റ്റ് ആയിരുന്നു. അപ്പോൾ മാക്സിമം നല്ലൊരു ജോബ് എന്നുള്ള ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ലെവൽ 6 സ്റ്റേഷൻ മാസ്റ്ററിന് ജോയിൻ ചെയ്യാനുണ്ടായത്. കോച്ചിങ്ങിന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ കോച്ചിങ് ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഡെയിലി ഒരു 3 to 4 hours പഠനത്തിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. ഒരു ഇന്റൻസ് ആയിട്ട് കോച്ചിങ്ങിന് ചെയ്യുന്നോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 3 to 4 hours ഡെയിലി പഠിക്കുന്നതന്നെ മതിയാകും. ഞാൻ എന്താണ് പഠിച്ചിരുന്നതെന്ന് വെച്ചാൽ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതുപോലെ തന്നെ ദിവസവും ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക, അതിൽ നിന്ന് മാക്സിമം വൊക്കാബുലറി കളക്ട് ചെയ്യുക, പിന്നീട് ഡെയിലി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് GK പഠിക്കുക. ഇങ്ങനെയുള്ള രീതിയാണ് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. BTech ആയിരുന്നതുകൊണ്ട് തന്നെ മാത്സിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ബേസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇംഗ്ലീഷും ജനറലി ചെറുപ്പം മുതൽ തന്നെ പഠിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് അതിൽ അത്യാവശ്യം ധാരണയുണ്ടാവും. പിന്നെ ഉണ്ടായിരുന്നത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. അതാണ് എനിക്ക് തുടക്കത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം. അപ്പൊ അതിന് ഞാൻ ശ്രമിച്ചിരുന്നെന്ന് വെച്ചാൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുക, ഒരു 10 ക്വസ്റ്റ്യൻ വീതം ദിവസവും പഠിക്കുക. പിന്നീട് വീക്കിലി ആകുമ്പോഴത്തേന് നമുക്ക് അതൊന്നുകൂടി റിവൈസ് ചെയ്യുക. പിന്നെ നമ്മുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി അങ്ങനെ പ്രസിദ്ധീകരണങ്ങൾ വരും. അതിൽ വീക്കിലി കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും, അത് ഫോളോ ചെയ്യും. പിന്നെ മന്ത്ലി ആകുമ്പോഴത്തേനും മാതൃഭൂമിയുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. പിന്നെ ചില ഓൺലൈൻ മാഗസിനുകൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്, അതും ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരുന്നത്. GKക്ക് വേണ്ടിയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ലൂസന്റിന്റെ ടെസ്റ്റ് തന്നെ ധാരാളമാണ്. ഇപ്പൊ ലൂസന്റിന്റെ ജനറൽ നോളജിനോടൊപ്പം തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് രണ്ടും വെച്ചാണ് ഞാൻ മെയിൻലി GK പ്രിപ്പയർ ചെയ്തത്. പിന്നെ കിരൺസിന്റെ ഒരു 1 ലൈനർ ഉണ്ട്, അതും GKക്ക് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ മാത്സിനെ സംബന്ധിച്ചിടത്തോളം SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അരിത്മെറ്റിക് അല്ലാതെ തന്നെ ഹയർ മാത്സും ആവശ്യമായിട്ട് വരും. അരിത്മെറ്റിക്സിന് വേണ്ടി ഞാൻ അഗർവാളിന്റെ ടെസ്റ്റാണ് ഫോളോ ചെയ്തത്.
പിന്നെ ഹയർ മാത്സിന് വേണ്ടി രാകേഷ് യാദവ് സാറിന്റെ ഒരു അഡ്വാൻസ്ഡ് മാത്സിന്റെ ഒരു ടെസ്റ്റും പർച്ചേസ് ചെയ്തിരുന്നു. ഇത് രണ്ടും വെച്ചിട്ടാണ് മാത്സ് പഠിച്ചത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനോണിം, ആന്റണിം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ അതിന് ഡെയിലി ഒരു ന്യൂസ് പേപ്പർ വായിക്കുക, അതിന്റെ എഡിറ്റോറിയൽ പേജ് വായിക്കുക, അതിൽ നിന്നും വൊക്കാബുലറി കളക്ട് ചെയ്യുക. പിന്നീട് ബക്ഷീയുടെ ടെക്സ്റ്റിൽ നിന്നും ഞാൻ കുറേയേറെ വേർഡ്സ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കളക്ട് ചെയ്തിരുന്നു. പിന്നെ ഓരോ വേർഡ് പഠിക്കുമ്പോഴും അതൊരു സെന്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഉൾക്കൊള്ളാനും ഞാൻ ശ്രമിച്ചിരുന്നു. നമ്മൾ ഈ സബ്ജക്റ്റ് പഠിക്കുക എന്നതിലുപരി അതൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡെയിലി നമ്മൾ എക്സാം പ്രിപ്പറേഷൻ നടത്തുമ്പോൾ ഡെയിലി ഒരു മോക്ക് ടെസ്റ്റെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ മോക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറോളം തന്നെ അതിന്റെ ആൻസേഴ്സ് അനലൈസ് ചെയ്യാനും ഉപയോഗിച്ചിരുന്നു. ഇപ്പം ഒരു മാത്സിന്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ അതെനിക്ക് മിസ്റ്റേക്ക് വന്നാൽ അതെങ്ങനെ പറ്റി, അവരെ ആ ക്വസ്റ്റിനെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, എൻ്റെ അപ്രോച്ചിങ് എന്തായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്നതിലുപരി നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസിങ് ആണ്. നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമുക്ക് വീക്കായ ഫീൽഡ് ഏതാണ്, നമ്മൾ ഏത് ഫീൽഡിലാണ് വീക്ക് ആവുന്നത് എന്നൊക്കെ മനസ്സിലാക്കി തരാൻ ഈ ഓൺലൈൻ ടെസ്റ്റ് ആപ്പുകളിൽ അവർക്ക് അവരുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ മാക്സിമം വീക്കായിട്ടുള്ളത് കറണ്ട് അഫയേഴ്സിലാണ്, അല്ലെങ്കിൽ ഞാൻ മാക്സിമം വീക്കായിട്ടുള്ളത് മാത്സിലാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ അടുത്ത എക്സാമിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫായിട്ടൊരു കോൺഫിഡൻസും ബൂസ്റ്റ് ആവും. അപ്പം മോക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതിൽ ഓൺലൈനിൽ നമുക്ക് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട് മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. മിക്കതിലും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പം നമുക്ക് താല്പര്യത്തിനനുസരിച്ച് നമുക്കൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന്, ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യയിലുള്ള കോമ്പറ്റീറ്റേഴ്സിനോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പം അവരെല്ലാം തന്നെ നമ്മളോളം തന്നെ ടാലന്റ് ഉള്ളവരാണ്. അപ്പം അതിൽ നിന്ന് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം എക്സാം എഴുതി ശീലിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാനാണെങ്കിൽ 1 അവർ എക്സാം കഴിഞ്ഞാൽ 1 അവറോളം തന്നെ അതിന്റെ ആൻസേഴ്സ് അനലൈസ് ചെയ്യാനും എടുത്തിരുന്നു. എന്തൊക്കെ ഷോർട്ട് കട്ടുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു ക്വസ്റ്റിനെ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു. പിന്നെ ഇനിഷ്യലി നമുക്കുള്ള ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഫേസ് ആണ്. അപ്പം ആ ലേണിംഗ് ഫേസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഓൺലൈനിൽ നമുക്ക് ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. ഓൺലൈൻ ഏതെങ്കിലും ഒരു ആപ്പിൽ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് നമുക്ക് മാക്സിമം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഡെയിലി ഒരു മോക്ക് ടെസ്റ്റിംഗിലും ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. എക്സാം ഒക്കെ അടുക്കുന്ന സമയത്ത് ഞാൻ ഡെയിലി 2 മോക്ക് ടെസ്റ്റ് ഒക്കെ വരെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഒരു കാര്യം ഈ എക്സാം എഴുതുന്ന ടൈമിൽ ടൈം മാനേജ്മെന്റ് ആയിരുന്നു. മിക്കവാറും മാത്സ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ടെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം 3 to 4 മിനിറ്റ്സ് ഒക്കെ എടുത്താണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും മാത്സിൽ. അപ്പൊ നമുക്ക് അറിയാം, നമുക്ക് ഷുവറായിട്ടും കിട്ടും, കുറച്ച് സമയം എടുത്താൽ നമുക്ക് ഷുവറായിട്ടും ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും ഞാൻ ആ ക്വസ്റ്റിന് പുറകെ പോയി എൻ്റെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത് മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആൻസർ നോക്കുമ്പോഴായിരിക്കും അതിനപ്പുറത്തേക്ക് എനിക്ക് എളുപ്പം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിട്ടു കളഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ ഒരു ടൈം മാനേജ്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഒരു ക്വസ്റ്റ്യന് ടൈം എടുക്കുമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിട്ടിട്ട് തൊട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡെഫിനറ്റ് ടൈം വെക്കുക. അപ്പോൾ 20 മിനിറ്റ്സിനുള്ളിൽ മാത്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ശീലിക്കുന്നതെങ്കിൽ അതിനുള്ളിൽ തന്നെ മാക്സിമം മാത്സ് പ്രോബ്ലംസ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ടൈമിന്റെ കാര്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരുന്നു തുടക്കത്തിൽ ഇനിഷ്യലി. അപ്പോൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് പോസിബിൾ ആവുക. പിന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ജോലിയോടൊപ്പം തന്നെ ഒരു ഫാമിലി മാരേജ് കഴിഞ്ഞ് കുഞ്ഞായി, പിന്നെ ജോലി ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഇടയ്ക്കാണ് എനിക്ക് പ്രിപ്പറേഷന് വേണ്ടി പഠിക്കേണ്ട വന്നത്. അപ്പൊ അതൊരു വളരെ ഡിഫിക്കൽട്ടേറിയ ടൈം ആയിരുന്നു. അതുപോലെ തന്നെ ടൈം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. എങ്കിലും എന്ത് സംഭവിച്ചാലും ഒരു ജോലി വേണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാണ് മാക്സിമം എങ്ങനെയും ബുദ്ധിമുട്ടി ഞാൻ പ്രിപ്പറേഷന് വേണ്ടി ടൈം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരള PSC എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയല്ല. കാരണം ഇതിന്റെ ടോപ്പിക്കുകൾ തമ്മിൽ വളരെ അന്തരമൊന്നും ഇല്ല. കേരള PSCക്ക് എക്സ്ട്രാ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററി മാത്രമാണ്. അപ്പൊ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേരള ഹിസ്റ്ററി അത്യാവശ്യം അറിയുന്ന ഒരാളായിരിക്കും.
അപ്പോൾ അതൊന്നുകൂടി മോഡിഫൈ ചെയ്ത് അതൊന്നുകൂടി പഠിച്ചെടുക്കുകയാണെങ്കിൽ കേരള PSCയും നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ തന്നെ ആണെങ്കിലും കേരള LDC ലിസ്റ്റിലും അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഫൈനൽ ലിസ്റ്റിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്റർവ്യൂ വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എക്സ്ട്രാ ഒന്നും പഠിക്കാതെ തന്നെയാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും PSC ആണെങ്കിലും കുറച്ചുകൂടെ ഹയർ ലെവൽ എക്സാംസ് ആക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ RRBയും SSCയും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെയും ടോപ്പിക്സുകൾ തമ്മിൽ വളരെ വ്യത്യാസമില്ല. RRB ആണെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ട്. ഇംഗ്ലീഷ് മാക്സിമം ഒഴിവാക്കി പഠിച്ചാലും നമുക്ക് RRB ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. SSC RRB എക്സാമുകൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അതിപ്പോൾ റെഗുലറായിട്ട് അവർ എക്സാംസിന് ആപ്ലിക്കേഷൻ വിളിക്കുക, അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് റെഗുലറായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. SSC എടുക്കുകയാണെങ്കിൽ ഒരു വർഷം തന്നെ MDS, CHSL, CGL എല്ലാം അവർ വിളിക്കുകയും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അപ്പോയിൻമെന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. റെയിൽവേയിലാണെങ്കിലും ഇപ്പോൾ ധാരാളം അപ്പോയിൻമെന്റ് നടക്കുന്നുണ്ട്. റീസെന്റ് അവർ NTPC വീണ്ടും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പോയിൻമെന്റിന് ശേഷം വീണ്ടും NTPCക്ക് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അവരും പെട്ടെന്ന് തന്നെ അപ്പോയിൻമെന്റുകൾ നടത്താനും എക്സാമുകൾ നടത്താനും ഉള്ള തയ്യാറെടുപ്പിലാണ് റെയിൽവേയും. അപ്പം പഠിക്കുന്നവർക്കെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ ജോലിയാവും എന്നുള്ളതാണ് SSCയുടെ RRBയുടെ ഒക്കെ ഒരു അഡ്വാൻറ്റേജ്. മിക്ക വിദ്യാർത്ഥികളും എക്സാം എഴുതുമ്പം ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചിലപ്പോൾ പാനിക് ആകാറുണ്ട്. അപ്പം ചിലപ്പോൾ ആൻഷ്യസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് കൂടി തെറ്റിക്കാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാം ഹാളിൽ കയറി ഇരിക്കുമ്പോൾ നമ്മൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് എക്സാം എഴുതുക, ക്വസ്റ്റ്യൻസിനെ മാക്സിമം അനലൈസ് ചെയ്ത് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മാക്സിമം നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് തൊട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ കൂടുതൽ സമയം എടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഓവർ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസിലേക്ക് മാറുക. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനത്തെയുള്ള ചില ടിപ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മാക്സിമം ഷോർട്ട് കട്ട്സ് പഠിച്ചു വെക്കുക. ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് അതിനൊക്കെ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ഇക്വേഷൻസ്, ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ ഓർത്ത് വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ആർട്ടിക്കിൾസ് ഒക്കെ പഠിക്കുന്നതിന് ഷോർട്ട് കട്ടുകളുണ്ട്, ഷെഡ്യൂൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് ഓൺലൈനിലൊക്കെ ഒരുപാട് ടിപ്സ് കിട്ടാറുണ്ട്. അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാം സമയത്ത് ഒരു ആൻസൈറ്റി ഒഴിവാക്കണമെങ്കിൽ മാക്സിമം ടെസ്റ്റ് ചെയ്ത് തന്നെയുള്ള ശീലം വരണം. അപ്പോൾ അതിന് മാക്സിമം ടെസ്റ്റുകളെ അഭിമുഖീകരിക്കുക, മാക്സിമം ടെസ്റ്റ് ചെയ്ത് നോക്കുക, മാക്സിമം നമ്മൾ എക്സാം അപ്ലൈ ചെയ്ത് തന്നെ പോയിരുന്ന് എഴുതുക എന്നുള്ളതാണ് ഒരു രീതി. നമ്മൾ വീട്ടിലിരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ആണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷനോ ആൻസൈറ്റിയോ ഒന്നും വരില്ല. പക്ഷെ ഒരു എക്സാം ഹാളിൽ കയറി ഇരുന്നൊരു എക്സാം എഴുതുമ്പം നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ എത്രമാത്രം പ്രിപ്പയർഡ് ആണ്, എത്രമാത്രം നമുക്കൊരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് മാക്സിമം കിട്ടാവുന്ന അത്ര എക്സാമിന് അപ്ലൈ ചെയ്യുക, എഴുതുക. ഞാൻ ഇപ്പം പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി ഫുഡ് കോർപ്പറേഷന്, LIC തുടങ്ങിയ എല്ലാ എക്സാമുകളും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അതിലൊരു എക്സ്പീരിയൻസ് നമുക്ക് മെയിൻ ഒരു എക്സാം എഴുതുമ്പോൾ ആ എക്സ്പീരിയൻസ് നമുക്ക് ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. SSC RRB എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ജോലി എന്നതാണ് നിങ്ങളുടെ അത്യധികമായ ലക്ഷ്യമെങ്കിൽ മാക്സിമം അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. മാർഗത്തിൽ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പല തടസ്സങ്ങളും ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് നമ്മളൊരു ജോലി എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്കും ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നു, നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു. അതൊക്കെ ഒരു വളരെ വലിയ കാര്യമാണ്. ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ് തന്നത് കേന്ദ്ര സഹമന്ത്രിയാണ് റോസ്കർ മേളയിൽ വെച്ച്. അപ്പം ഞാൻ 2018 എക്സാം എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. 2023 എനിക്ക് റോസ്കർ മേളയിൽ വെച്ച് അപ്പോയിൻമെന്റ് കിട്ടുന്നത്. അപ്പം അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും പ്രൗഡസ്റ്റ് മാം ഞാനാണെന്നാണ് ആ നിമിഷം എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാനൊരു ജോലി എന്നുള്ള എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. സോ എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്, നമ്മുടെ മാർഗത്തിൽ പുരുഷന്മാരെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും. കാരണം നമുക്ക് കുഞ്ഞുങ്ങളെ നോക്കാനുണ്ടാവും, നമ്മുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാനുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വളരെ വലിയ കാര്യമാണ്. റെയിൽവേ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടൊക്കെ സ്ത്രീകൾ കടന്നു വരാൻ മടിച്ചിരുന്ന ഒരു മേഖലയാണ് റെയിൽവേ. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, വളരെ സേഫസ്റ്റ് ആയിട്ട് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് റെയിൽവേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെറ്റേണിറ്റി ലീവ്, പെയ്ഡ് മെറ്റേണിറ്റി ലീവ് കൂടാതെ തന്നെ 1 വർഷത്തോളം നമുക്ക് CCR, അതായത് ചൈൽഡ് കെയർ ലീവ് എന്ന് പറയുന്ന ലീവും റെയിൽവേ അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് റെയിൽവേ. അതുകൊണ്ട് ധൈര്യപൂർവ്വം എല്ലാ സ്ത്രീകൾക്കും ഇതിലേക്ക് കടന്നു വരാവുന്നതാണ്. വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഒരു ജോലി എന്ന എൻ്റെ സ്വപ്നത്തിലേക്ക് എത്തിയത്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും എന്നെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഹാർഡ്ഷിപ്പുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൺസിസ്റ്റൻ്റായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, നിങ്ങളുടെ സ്വപ്നം ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുന്നതായിരിക്കും. അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം കാണുക, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.